ഒറ്റയടിക്ക് സെയ്ഫ് അലി ഖാന് ലഭിച്ചത് 25 ലക്ഷം രൂപയാണ്. ആക്രമണം ഏറ്റ ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന്റെ ആശുപത്രി ചിലവുകളും അദ്ദേഹത്തിന് ലഭിച്ച ഇൻഷുറൻസ് തുകയുമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്നത്. ആശുപത്രിയിൽ നിന്ന് ലീക്കായ ബില്ല് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായത്. 35.95 ലക്ഷത്തിന്റെ ആശുപത്രി ബില്ലാണ് അദ്ദേഹം ഇൻഷുറൻസിന് വേണ്ടി ക്ലെയിം ചെയ്തത്. ഇതിൽ 25 ലക്ഷം രൂപ ഉടൻ തന്നെ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ഒന്ന് ഓർത്തു നോക്കൂ, അദ്ദേഹത്തിന്റെ കയ്യിൽ 25 ലക്ഷം എടുക്കാനില്ലാഞ്ഞിട്ടാണോ? അടുത്ത നിമിഷം 25 കോടി എടുക്കാൻ ആസ്തിയുള്ള അദ്ദേഹത്തെ പോലുള്ളവർ പോലും ഹെൽത്ത് ഇൻഷുറൻസിന് ജീവിതത്തിൽ നൽകുന്ന പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കണം. എന്നാൽ നമ്മൾ സാധാരണക്കാർ ചെയ്യുന്നതോ? ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വലിയ വില കൊടുക്കുന്നില്ല എന്നത് വലിയ പ്രശ്നം തന്നെയാണ്. ഇത്രയും പണം ഒറ്റയടിക്ക് എടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകില്ല. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ വളരെ ഉയർന്ന പ്രീമിയം എന്നതാണ് പലരുടെയും പ്രശ്നം തന്നെ. ചിലർ പറയുന്നു ഏത് കമ്പനിയാണ് മികച്ചതെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന്. അങ്ങനെയുള്ളവർക്ക് പരിഹാരമായിട്ടാണ് ഞാനൊരു ലിങ്ക് കമന്റിൽ കൊടുക്കുന്നത്. ഞാൻ നോക്കി വെരിഫൈ ചെയ്ത ലിങ്ക് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾ അതിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വിവിധ കമ്പനികളുടെ പ്ലാനുകളെ ഒറ്റ സ്ക്രീനിൽ തന്നെ താരതമ്യം ചെയ്ത് 25% വരെ ഡിസ്കൗണ്ടോടെ ഓൺലൈനിൽ പ്ലാൻ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഓൺലൈനിൽ ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോടാണ് ഒരു പ്രശ്നവുമില്ല. കാരണം ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും നിങ്ങൾ കമ്പനിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് പോളിസി വാങ്ങുന്നത്. അപ്പോൾ ക്ലെയിം സംബന്ധമായ ആവശ്യം വരികയാണെങ്കിൽ ആശുപത്രിയിലെ ഇൻഷുറൻസ് ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് കാർഡ് കൊടുക്കുകയാണ് വേണ്ടത്. അവരാണ് ഈ സമയത്തൊക്കെ സഹായിക്കാറുള്ളത്. അല്ല, ഇനി വേറെ സഹായം ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഏത് കമ്പനിയുടെ പ്ലാൻ ആണോ തിരഞ്ഞെടുത്തിട്ടുള്ളത് അവരുടെ കസ്റ്റമർ സപ്പോർട്ട് സ്വീകരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ നൽകിയ ലിങ്കിലൂടെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജറും 30 മിനിറ്റ്സ് ക്ലെയിം സപ്പോർട്ടും ലഭിക്കുന്നതാണ്. എന്തായാലും ഇനിയും ഇത് മാറ്റിവെക്കരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. ചെറുതെങ്കിൽ ചെറുത് എന്തായാലും ഒന്ന് എടുത്തു വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണമുള്ള ആളുകളാണെങ്കിൽ ഏറ്റവും മികച്ച പദ്ധതി തന്നെ നോക്കി കണ്ടെത്താൻ ശ്രമിക്കണം. പലരും ചോദിക്കും ഇതെനിക്കും എൻ്റെ വൈഫിനും മാത്രം മതിയോ എന്ന്. ഒരിക്കലുമല്ല. കുട്ടികൾക്കാണ് അധികവും അസുഖം വരുന്നതും അഡ്മിറ്റ് ആവുന്നതും ഒക്കെ. അവരുടെ ആശുപത്രി ചിലവും കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് എന്തായാലും ഒരെണ്ണം എടുത്തു വെക്കുക തന്നെ വേണം. മാത്രവുമല്ല, നമ്മളെ ആശ്രയിച്ചു കഴിയുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെയും അതിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിന് മുഴുവനായും പരിരക്ഷ ഒരുക്കുന്ന പ്ലാൻ തന്നെ പരമാവധി എടുക്കാൻ ശ്രദ്ധിക്കണം. ഹെൽത്ത് ഇൻഷുറൻസ് ആദ്യം എടുത്തു വെച്ച ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. എന്നിട്ടും അതിൻ്റെ ആവശ്യകത ഇല്ലെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായമായ മാതാപിതാക്കൾക്കും എന്തായാലും ഒരെണ്ണം എടുത്തു വെക്കണം. മാസം 400 മുതൽ 500 രൂപയൊക്കെ മാറ്റിവെച്ച് 1 കോടിയുടെ പരിരക്ഷ നേടാനുള്ള അവസരം പോലും ഇവിടെയുണ്ട്. ഇതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്കാണ് ഞാൻ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുള്ളത്. ഏത് കമ്പനിയുടേത് എടുക്കണം, എത്ര രൂപയുടേത് എടുക്കണം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിലൂടെ നോക്കുകയാണെങ്കിൽ 25% വരെ ഡിസ്കൗണ്ടും ലഭ്യമാണ്. ഇത് മാറ്റിവെക്കരുത്. അടുത്ത സാമ്പത്തിക വർഷം വരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ പ്രീമിയം തുക വർദ്ധിക്കും. പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ അത്രയും ലാഭം നമുക്കാണ്. മാത്രവുമല്ല, ഇതിലൂടെ എടുക്കുകയാണെങ്കിൽ ടാക്സ് ബെനിഫിറ്റുകളും നമുക്കുണ്ട്. ഓരോ സാമ്പത്തിക വർഷവും 80D പ്രകാരം നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റും ലഭിക്കും. ഓർക്കുക, അടുത്ത സാമ്പത്തിക വർഷം വരാൻ പോകുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്ത്യയിൽ ആരോഗ്യ സംരക്ഷണ ചെലവ് കൂടി വരികയാണ്. അതോടൊപ്പം തന്നെ രോഗങ്ങളുടെ എണ്ണവും രോഗികളുടെ എണ്ണവും ദിനം പ്രതി വർദ്ധിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. മെഡിക്കൽ സാങ്കേതിക വിദ്യയുടെയും ചികിത്സകളുടെയും ദ്രുതഗതിയിലുള്ള പുരോഗതിക്കൊപ്പം ആരോഗ്യ സേവനങ്ങളുടെ ചെലവ് വ്യക്തികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വലിയ സാമ്പത്തിക വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ കുറഞ്ഞ ചെലവിൽ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുകയാണെങ്കിൽ ആശുപത്രി ചിലവുകളിൽ ഇതൊരു സുരക്ഷാ വലയം തന്നെ തീർക്കും. സർജറിയോ ക്യാൻസർ പോലുള്ള ക്രിട്ടിക്കൽ അസുഖം വന്നാൽ പോലും ഇതിനെ അതിജീവിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കാൻ ആരോഗ്യ ഇൻഷുറൻസിന് സാധിക്കും. പലർക്കും ആരോഗ്യ ഇൻഷുറൻസ് ആശുപത്രിവാസം, ശസ്ത്രക്രിയകൾ, എമർജൻസി കെയർ, ഡോക്ടറുമായിട്ടുള്ള കൺസൾട്ടേഷൻ, മരുന്നുകൾ എന്നിവയ്ക്ക് കവറേജ് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. ഇത്തരം ഇൻഷുറൻസുകൾ ഉള്ളത് പെട്ടെന്ന് സംഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ സമ്പാദ്യം ഊറ്റിയെടുക്കുകയോ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ ഉണ്ടാകുന്ന കടക്കണിയിലേക്ക് നമ്മളെ തള്ളിവിടുകയോ ചെയ്യാതെ സൂക്ഷിക്കും. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങളുടെ ഭീകരാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് മിക്കവരും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് നിമിഷവും എന്തും പ്രതീക്ഷിക്കണം. അതിനുവേണ്ടിയാണ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കണമെന്ന് നമ്മൾ പറയുന്നത്. സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഭാഗമായി തന്നെ നമ്മൾ ഈ ഇൻഷുറൻസിനെയും കണക്കാക്കണം. നമ്മുടെ വീടിനടുത്തൊക്കെ ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കുന്ന ഇൻഷുറൻസുകൾ എടുക്കുന്നതായിരിക്കും എപ്പോഴും നന്നാവുക. ഇത്തരത്തിൽ നല്ല ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് നോക്കി എത്ര പ്രീമിയം
ഉണ്ടാകും, ഏതെല്ലാം ഫീച്ചറുകൾ ഉണ്ടാകും എന്നെല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ട ലിങ്കും കാര്യങ്ങളുമാണ് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നത്. അതുവഴി നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയർ സൗകര്യവും സഹായവും നേടാൻ പറ്റുന്നതാണ്. മലയാളത്തിൽ തന്നെ സംസാരിച്ച് സംശയ നിവാരണം നടത്തുകയും ചെയ്യാം. പോരാതെ ഓൺലൈൻ വഴി എടുക്കുകയാണെങ്കിൽ 25% വരെ ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭ്യമാണ്. ഇന്ത്യയിൽ പബ്ലിക് ഹെൽത്ത് കെയർ സംവിധാനങ്ങൾ പലപ്പോഴും റിസോഴ്സ് പരിമിതികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവരും ഇന്ന് ഒരു അസുഖം വന്നാൽ മികച്ച ചികിത്സയും സൗകര്യവും ഒക്കെ ലഭിക്കാൻ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നത് വളരെ സാധാരണവുമാണ്. എന്നാൽ വലിയ ബില്ലാണ് ഇവിടെ വരുന്നതെങ്കിലോ, നമ്മൾ കൂട്ടി വെച്ചുണ്ടാക്കിയ പണം മുഴുവൻ സ്വകാര്യ ആശുപത്രി നന്നാവാൻ ചെലവാക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഒരു ആരോഗ്യ ഇൻഷുറൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലോ സുഖകരമായി നമുക്ക് ചികിത്സ ലഭിക്കും. എങ്ങനെ? നമ്മുടെ പോക്കറ്റിൽ നിന്ന് 1 രൂപ പോലും പോകാതെ. ഇന്ത്യയിലെ മധ്യവർഗത്തിന്, അതായത് നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസിനെ സംബന്ധിച്ച് ആരോഗ്യ ഇൻഷുറൻസ് കേവലം ഒരു സംരക്ഷണം മാത്രമല്ല, ഭാവിയിലെ ആരോഗ്യവും സാമ്പത്തിക സ്ഥിരതയും സുരക്ഷിതമാക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇത്. ഉയർന്ന മെഡിക്കൽ ബില്ലുകളുടെ സാമ്പത്തിക ആഘാതം കുറയ്ക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അടിയന്തര ഘട്ടങ്ങളിൽ ആരോഗ്യ സംരക്ഷണം കൂടുതൽ താങ്ങാനാകുന്നതും ആക്സസ് ചെയ്യാനാകുന്നതുമായി മാറ്റുന്നതിൽ ആരോഗ്യ ഇൻഷുറൻസിന്റെ പങ്ക് ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. സാധാരണ ഓഫ്ലൈൻ ആയിട്ടാണ് നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്നത് എന്ന് കരുതുക. അത് നമ്മളെ പരിചയപ്പെടുത്തുന്ന ആരായിരിക്കും? സാധാരണ ഒരു ഏജന്റ് തന്നെ ആയിരിക്കും അല്ലേ? ആ ഏജന്റ് പറയുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ അത് എടുക്കുക. എന്നാൽ ഓൺലൈനായിട്ട് എടുക്കുമ്പോഴോ ഇവിടെ ഒരു ഏജന്റിന്റെയും സഹായം നമുക്ക് ആവശ്യമായി വരുന്നില്ല. ഈ അവസരത്തിൽ ഏജന്റിന്റെ കമ്മീഷൻ നമുക്ക് ലാഭിക്കാം. ഞാൻ നൽകിയ ലിങ്കിലൂടെ നോക്കിയാൽ കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന തരത്തിലാണ് അവിടെ വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. 51 ഇൻഷുറൻസ് പാർട്ട്നേഴ്സിൽ നിന്ന് നിങ്ങൾക്കിഷ്ടമുള്ള കമ്പനിയുടെ പ്ലാൻ താരതമ്യം ചെയ്ത് തിരഞ്ഞെടുക്കാൻ ഇവിടെ അവസരവുമുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഫോൺ നമ്പർ നൽകിയാൽ കസ്റ്റമർ കെയറിൽ നിന്നൊരു കോൾ വരും. അവരോട് മലയാളത്തിൽ തന്നെ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാൻ അറിയുമെങ്കിൽ വളരെ സിമ്പിളായി നമുക്ക് കമ്പയർ ചെയ്ത് ഏറ്റവും നല്ല ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കുകയും ചെയ്യാം. ഓൺലൈനായി എടുക്കുമ്പോൾ ചില പ്രിവിലേജസ് ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യത്തേത് 25% വരെ ഡിസ്കൗണ്ട് ലഭിക്കും എന്നത് തന്നെയാണ്. നിങ്ങൾ ടാക്സ് നൽകുന്നവരാണെങ്കിൽ ഓരോ സാമ്പത്തിക വർഷവും 80D പ്രകാരം നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റും ലഭിക്കുന്നു. ഇനി നിങ്ങൾ പ്രവാസിയാണെങ്കിലോ നിങ്ങൾക്ക് GST റിട്ടേണും ലഭിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ 24/7 എന്ന രീതിയിൽ കസ്റ്റമർ കെയർ സപ്പോർട്ട്, അതുപോലെ തന്നെ ക്ലെയിം സപ്പോർട്ട് ഒക്കെ തന്നെ 30 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടും. ഇത് മാത്രവുമല്ല, നമ്മുടെ ഏത് സംശയത്തിനും ഉത്തരം നൽകാൻ ഒരു റിലേഷൻഷിപ്പ് മാനേജറും നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ലിങ്കിൽ കയറി നോക്കി ഇന്ത്യയിലെ വിവിധ കമ്പനികളിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായവ മാത്രം തിരഞ്ഞെടുക്കുക. പിന്നെ നിങ്ങൾക്ക് നല്ല സാലറി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കവറേജ് ഉള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ആശുപത്രികളിൽ ചികിത്സ തേടി പോകുമ്പോൾ നമ്മുടെ പോക്കറ്റ് കീറാതെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിനായി നമുക്കും നമ്മുടെ കുടുംബത്തിനും നിർബന്ധമായും ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ സമ്പാദ്യം വെറുതെ ആശുപത്രിയിൽ ചെലവാക്കേണ്ടതല്ലോ. അപ്പോൾ സേഫ് അലിയാൻ സേഫ് ആക്കിയതുപോലെ നമുക്കും ആരോഗ്യം സേഫ് ആക്കാൻ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ കയറി നോക്കുക, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.